ഹലോ, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് ജൂൺ 2026 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ മിഷൻ LDC 2027 എന്ന് പറയുന്ന ഒരു സീരീസ് ആരംഭിച്ചിട്ടുള്ള അതിന്റെ പാർട്ടായിട്ടും ഇത് പരിഗണിക്കാം. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ഓൾറെഡി 2 ക്ലാസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് 2026 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. 2026 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ അതിന്റെ 26ാമത് പതിപ്പാണ് 2026 മെയ് 28 മുതൽ മെയ് 31 വരെ മാൻഹട്ടനിലെ വില്ലേജ് ഈസ്റ്റ് ബൈ ആഞ്ചലിക്ക തിയേറ്ററിൽ വിജയകരമായി നടന്നത്. മാൻഹട്ടനിലെ വില്ലേജ് ഈസ്റ്റ് ബൈ ആഞ്ചലിക്ക തിയേറ്ററിലാണ് നടന്നത്. ഇൻഡോ അമേരിക്കൻ ആർട്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേളയാണ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. 15ഓളം ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിലായി 19 ഫീച്ചർ ചിത്രങ്ങളും 4 ഡോക്യുമെന്ററികളും 27 ഹ്രസ്വ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2026. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം, നമുക്ക് ഇതിനകത്തുള്ള പ്രാധാന്യം, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഉദ്ഘാടന ചിത്രം, ഈ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചിത്രം ലക്ഷ്മിപ്രിയ ദേവിയുടെ ബാഫ്റ്റ അവാർഡ് നേടിയ മണിപ്പൂരി ചിത്രമായിട്ടുള്ള ബൂങ് ആയിരുന്നു. അറിയണം, ഏതായിരുന്നു? ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ ഉദ്ഘാടന ചിത്രം ലക്ഷ്മിപ്രിയ ദേവിയുടെ ബാഫ്റ്റ അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള മണിപ്പൂരി ചിത്രമായ ബൂങ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ സമാപന ചിത്രം ജിവിഷ കാലെ സംവിധാനം ചെയ്ത മറാത്തി ചിത്രമായ തീഗി. അപ്പോൾ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ സമാപന ചിത്രമായിരുന്നു ജിവിഷ കാലെ സംവിധാനം ചെയ്ത മറാത്തി ചിത്രം തീഗി. അപ്പോഴ് ഇന്ത്യൻ സിനിമയിലെ നമുക്കറിയാം എക്കാലത്തെയും വലിയ വിജയമായ ഒരു ചിത്രമുണ്ട്, ഷോലെ, അല്ലെ? ആ ഷോലെ എന്ന ചിത്രത്തിന്റെ 4K പതിപ്പും അതുപോലെ തന്നെ റിലീസിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ദിൽ ചാഹ്താ ഹേ എന്ന ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനമൊക്കെ ഈ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, ഇതിനകത്തെ പ്രധാന പുരസ്കാരങ്ങളായി തിരഞ്ഞെടുത്ത മികച്ച ചിത്രം ബെസ്റ്റ് ഫിലിം ബക്ഷോ ബോണ്ടിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, ബക്ഷോ ബോണ്ടി. ഏതാണ് ബെസ്റ്റ് ഫിലിം? ബക്ഷോ ബോണ്ടിയാണ്. 2026 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രം ബംഗാളി ചിത്രമാണ് ബക്ഷോ ബോണ്ടി. ഇനി അതുപോലെ തന്നെ മണിപ്പൂരി ചിത്രമായിട്ടുള്ള, അതായത് ആദ്യമായിട്ട് ഉദ്ഘാടന ചിത്രമായിട്ട് പ്രദർശിപ്പിച്ച മണിപ്പൂരി ചിത്രമായ ബൂങ് ആയിരുന്നു മികച്ച നവാഗത ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സംവിധായകനാണ് ലക്ഷ്മിപ്രിയ ദേവി. ചിത്രം ബോങ്ങിന്റെ സംവിധായകയായ ലക്ഷ്മിപ്രിയ ദേവിയാണ് മികച്ച സംവിധായകയായി തിരഞ്ഞെടുക്കുക. മികച്ച നടൻ ചിത്രം അദമ്യയാണ്. അറിയൂൺ ഘോഷാണ് മികച്ച നടൻ. ചിത്രം അദമ്യ. മികച്ച നടിയായിട്ട് തീഗിയിലെ അഭിനയത്തിന് ഭാരതി അജ്രേക്കറേയും തിരഞ്ഞെടുത്തു. ഭാരതി അജ്രേക്കർ. അപ്പോൾ നമ്മൾ ഇവിടെ മലയാളി നടിയാണ്, ഇമ്പോർട്ടന്റ് ആണ്. 2026 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ മലയാളി നടിയാണ് മീനാക്ഷി ജയൻ. ചിത്രം വിക്ടോറിയ ആയിരുന്നു. അത് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുകയാണ്. ഇന്ത്യയിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വെള്ളി നാണയത്തിൽ ആലേഖനം ചെയ്ത ചിത്രം വന്ദേ ഭാരത് ട്രെയിൻ ആണ്. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. വന്ദേ ഭാരത് ട്രെയിൻ ആണ് ഇന്ത്യയിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വെള്ളി നാണയത്തിൽ ആലേഖനം ചെയ്തത്. അടുത്തത് കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന പുസ്തകം രചിച്ചത് KV തോമസ് ആണ്. KV തോമസ് ആണ്. നിങ്ങൾക്കറിയാം KV തോമസിനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹം ആരായിരുന്നു നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ആരാണെന്ന് നിങ്ങൾ UPA സർക്കാരിലൊക്കെ കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ്, അല്ലേ? കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവ്, മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു പ്രൊഫസർ KV തോമസ്. അത് നിങ്ങൾക്കറിയാം. UPA സർക്കാരിലെ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ മന്ത്രിയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ്?
കെ വി തോമസ് ആണ്. പാർലമെന്റ് അംഗമായിരുന്നു. ഇവിടെ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് നിരവധി തവണ ലോക്സഭാ അംഗമായിട്ടൊക്കെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. G7 ഉച്ചകോടിയെ കുറിച്ചാണ് എക്സാമിന് ചോദിക്കും. G7 ഉച്ചകോടിയെ കുറിച്ച് എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോൾ 2026 ജൂണിൽ നടന്ന 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏത് രാജ്യമായിരുന്നു? നിങ്ങൾക്കറിയാം, ഫ്രാൻസ് ആയിരുന്നു 2026 ജൂണിൽ നടന്ന 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ് ആണ്. ജൂൺ 15 മുതൽ 17 വരെ ഫ്രാൻസിലെ ഏവിയാനിലാണ് G7 ഉച്ചകോടി നടന്നത്. അപ്പോൾ G7 ഉച്ചകോടി 2026 ജൂണിൽ 15 മുതൽ 17 വരെ എവിടെയായിരുന്നു? ഫ്രാൻസിലെ ഏവിയാനില്. ഫ്രഞ്ച് പ്രസിഡന്റ് ആരാ? നിങ്ങൾക്കറിയാം, ഇമ്മാനുവൽ മക്രോ അല്ലെ. അപ്പൊ ഇമ്മാനുവൽ മക്രോണിന്റെ അധ്യക്ഷതയിലായിരുന്നു G7 ഉച്ചകോടി നടന്നത്. പ്രധാന വേദി, ആ വേദി ഏതായാലും നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏവിയാനിലെ ബെയിൻസ് ആണ്. ഫ്രാൻസിലെ ഏവിയാനിലെ ബെയിൻസ് ആയിരുന്നു G7 ഉച്ചകോടിയുടെ പ്രധാന വേദി. അപ്പോൾ G7 ഉച്ചകോടിയുടെ 2026 ജൂണിൽ നടന്ന G7 ഉച്ചകോടിയുടെ പ്രമേയം എന്തായിരുന്നു? പ്രധാന അന്താരാഷ്ട്ര വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വർക്കിംഗ് ടുഗദർ ടു അഡ്രസ് മേജർ ഇന്റർനാഷണൽ ചലഞ്ചസ് എന്നാണ്. പ്രധാന അന്താരാഷ്ട്ര വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കുക, വർക്കിംഗ് ടുഗദർ ടു അഡ്രസ് മേജർ ഇന്റർനാഷണൽ ചലഞ്ചസ് എന്നുള്ളതാണ് G7 ഉച്ചകോടിയുടെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. ഇനി ഫ്രാൻസിന്റെ പ്രത്യേക ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്തു? ഈ 52ാമത് G7 ഉച്ചകോടിയിൽ എന്ത് ചെയ്തു? പങ്കെടുത്തു. ഇന്ത്യ പങ്കാളിയാകുന്ന 13ാമത് G7 ഉച്ചകോടിയാണ് 52ാമത്തെ G7 ഉച്ചകോടി ഫ്രാൻസിൽ നടന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ G7 ഉച്ചകോടിയിൽ പല തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടു. സാമ്പത്തിക അസന്തുലിതാവസ്ഥ, ആഗോള സാമ്പത്തിക അസന്തുലിതാവസ്ഥ കുറയ്ക്കുക, വികസന രാജ്യങ്ങളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കൊക്കെ G7 ഉച്ചകോടി മുൻഗണന നൽകി. അതുപോലെ തന്നെ US ഇറാൻ സമാധാന കരാർ. ഉച്ചകോടിയുടെ വേളയിൽ അമേരിക്കയും ഇറാനും തമ്മിലുണ്ടായ ചരിത്രപരമായ പ്രാഥമിക സമാധാന കരാറുണ്ട് അല്ലെ. ഇറാൻ വാർ അവസാനിപ്പിക്കുന്നുള്ള ധാരണാപത്രം, അതൊക്കെ ലംഘിച്ചു. ഇന്നലെ തൊട്ട് വീണ്ടും ഫൈറ്റ് തുടങ്ങിയിരിക്കണം അല്ലെ. ഇതൊക്കെ വലിയ ശ്രദ്ധ നേടിയതാണ്. മറ്റു വിഷയങ്ങളാ G7 ഉച്ചകോടിയില് ചർച്ചയായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷിതമായി ഉപയോഗിക്കൽ, അതുപോലെ തന്നെ കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ, മയക്കുമരുന്ന് കടത്തിനെതിരെയുള്ള പോരാട്ടം, ആഗോള കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെക്കുറിച്ചൊക്കെ ഈ G7 ഉച്ചകോടി 52ാമത് G7 ഉച്ചകോടി ഫ്രാൻസിൽ നടന്ന ഉച്ചകോടി ചർച്ച ചെയ്തു. ഇനി ഓർത്തിരിക്കണം, G7 ഉച്ചകോടിയിലെ അംഗരാജ്യങ്ങൾ ആരൊക്കെയാണ്? കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇവയാണ് ഈ 7 രാജ്യങ്ങളാണ് G7 സ്ഥിര അംഗങ്ങൾ. ഏതൊക്കെ? കാനഡ, ഫ്രാൻസ്, ഓർത്തിരിക്കാമല്ലോ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. നിങ്ങൾക്കറിയാം, പണ്ട് 1ാം ലോക മഹായുദ്ധ കാലത്തൊക്കെ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, അതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം, അതുപോലെ US, ഇവരാണ് 7 സ്ഥിരം അംഗങ്ങൾ. ഇത് കൂടാതെ യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ പങ്കാളിയാണ്. അപ്പോൾ ഓർത്തിരിക്കണം, അടുത്ത വർഷത്തെ 2027 G7 ഉച്ചകോടിക്ക് അധ്യക്ഷ പദം വഹിക്കുന്നത് അമേരിക്കയാണ്. ഇപ്പൊ 2026 ഫ്രാൻസ് വഹിച്ചു. 2027 G7 ഉച്ചകോടിക്ക് അധ്യക്ഷ പദം വഹിക്കുന്നത് അമേരിക്കയാണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് അടുത്തിടെ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം മലേഷ്യയാണ്. മലേഷ്യ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ജൂൺ 5 ആചരിക്കാറുണ്ട് അല്ലെ. 2026 ജൂൺ 5 ഇന്ത്യയിലെ 100ാമത് റാംസാർ സൈറ്റ്, ഇന്ത്യയിൽ ഇപ്പൊ 100 റാംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഉത്തർപ്രദേശിലെ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ് 100ാമത് റാംസാർ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യ റാംസാർ സൈറ്റില് ഏത് സ്ഥാനത്താണുള്ളത്? റാംസാർ സൈറ്റുകൾ 3ാം സ്ഥാനത്താണ്. റാംസാർ സൈറ്റുകളുടെ എണ്ണത്തില് 3ാം സ്ഥാനത്താണ് ഇന്ത്യ
ഉള്ളത്. അപ്പൊ ലോക പരിസ്ഥിതിമായ 2026 ജൂൺ 5 ഇന്ത്യയിലെ 100ാമത് റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് ഉത്തർപ്രദേശിലെ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്. അപ്പോൾ ഇന്ത്യയിലെ നിലവിലെ എത്ര റാംസർ സൈറ്റുകളാണ്? 100 റാംസർ സൈറ്റുകളാണ് 2026 ജൂൺ പ്രകാരം ഉള്ളത്. അതറിഞ്ഞിരിക്കണം. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി 1971 വർഷം ഓർത്തിരിക്കണം, 1971 ഇറാനിലെ റാംസാറിൽ ഒപ്പുവെച്ച ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഇവ പ്രഖ്യാപിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. 2026 ഉത്തർപ്രദേശിലെ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം സുർഹാദൽ എന്ന സ്ഥലത്ത് നമ്മുടെ രാജ്യത്തെ 100ാമത് റാംസർ സൈറ്റായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു എന്നറിയാം. അപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ ഇന്ത്യയിൽ 100 റാംസർ സൈറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ? എക്സാമിന് ചോദിക്കും. 20 റാംസർ സൈറ്റുകളുള്ള തമിഴ്നാടാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം. തൊട്ടു പിന്നില ഉത്തർപ്രദേശ് 2ാം സ്ഥാനത്ത് 13 റാംസർ സൈറ്റുകളാണ് ഉള്ളത്. ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതാണ് നിങ്ങൾക്കറിയാം? പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ് ഏറ്റവും വലിയ റാംസർ സൈറ്റ്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ തണ്ണീർത്തടമാണ്. ഏറ്റവും ചെറിയ റാംസർ സൈറ്റോ രേണുക തണ്ണീർത്തടമാണ് ഇവിടുത്തെ ഹിമാചൽ പ്രദേശിലെ. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ വെമ്പന്നൂർ തണ്ണീർത്തട സമുച്ചയവും ചെറുതിൽ പെടുന്നവയാണ്. ഏറ്റവും ചെറുത് രേണുക തണ്ണീർത്തട ഹിമാചൽ പ്രദേശ്. ആദ്യത്തെ റാംസർ സൈറ്റ് ഏതാണ്? ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ റാംസർ സൈറ്റ് 1981 അംഗീകരിക്കപ്പെട്ട ഒഡീഷയിലെ ചിൽക്ക തടാകം. നിങ്ങൾക്കറിയാം ഒഡീഷയിലെ ചിൽക്ക തടാകം. അതുപോലെ തന്നെ രാജസ്ഥാനിലെ കേവലാദേവ് ദേശീയോദ്യാനവുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റാംസർ സൈറ്റുകൾ. 1981 റാംസർ സൈറ്റുകൾ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത് വരുന്ന ഒഡീഷയിലെ ചിൽക്ക തടാകം, രണ്ടാമത് രാജസ്ഥാനിലെ. അതിനോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചതാണ് കേവലാദേവ് ദേശീയ ഉദ്യാനവുമാണ്. 1971 ഈ റാംസർ സൈറ്റുകളുടെ ഉടമ്പടി ഒപ്പുവെക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം. 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലൊരു റാംസർ സൈറ്റ് വരുന്നത്. ഒന്നല്ല 2 എണ്ണമായിരുന്നു. ഒന്ന് ഒഡീഷയിലെ ചിൽക്ക തടാകവും രണ്ടാമത്തത് രാജസ്ഥാനിലെ കേവലാദേവ് ദേശീയ ഉദ്യാനം. ഓക്കെ അല്ലേ? ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, കേരളത്തിലെ നിലവിൽ എത്ര റാംസർ സൈറ്റുകളാണുള്ളത്? അടുത്തുള്ള തമിഴ്നാട്ടില് 20 എണ്ണം ഉണ്ട്. കേരളത്തിലെ 3 എണ്ണമാണ്. 3 റാംസർ സൈറ്റുകളാണ് കേരളത്തിൽ ഉള്ളത്. ഒന്ന് നമുക്കറിയാം, എല്ലാം 2 എണ്ണം ഇതിൽ കൊല്ലം ജില്ലയിലാണ് അല്ലേ? ഒരെണ്ണം 2-3 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് കേരളത്തിലെ 3 റാംസർ സൈറ്റുകൾ? വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം. വേമ്പനാട് കോൾ തണ്ണീർത്തടമാണ് കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട് കോൾ തണ്ണീർത്തടം. രണ്ടാമത് വരുന്നത് അഷ്ടമുടിക്കായൽ. നിങ്ങൾക്കറിയാം കൊല്ലം ജില്ലയിലെ. അതുപോലെ കൊല്ലം ജില്ലയിലെ തന്നെ ശാസ്താംകോട്ട തടാകം. ഇത് 3മാണ് കേരളത്തിലെ റാംസർ സൈറ്റുകൾ. അപ്പോൾ നമ്മുടെ ഈ അടുത്തായി 100 റാംസർ സൈറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ അടുത്തായി പ്രഖ്യാപിക്കപ്പെട്ട റാംസർ സൈറ്റിൽ അവസാനം പ്രഖ്യാപിച്ച 100ാമത് റാംസർ സൈറ്റ് ആയിട്ട് സുർഹാദല്ല, ഉത്തർപ്രദേശിലെ സുർഹാദല്ല ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം. അതിന് തൊട്ട് മുമ്പ് പട്ന പക്ഷി സങ്കേതം ഉത്തർപ്രദേശിലെ. അതിന് തൊട്ട് മുമ്പ് ചാരിദണ്ഡ് കൺസർവേഷൻ റിസർവ് ഗുജറാത്തിലെ. പിന്നീട് സിലിസർ തടാകം രാജസ്ഥാനിൽ. അതുപോലെ തന്നെ കോപ്ര ജലാശയം ഛത്തീസ്ഗഡില്. ഓക്കെ അല്ലേ? അപ്പോൾ റാംസർ സൈറ്റിനെ കുറിച്ചൊരു ഏകദേശ ഐഡിയ ഉണ്ടായല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. സർക്കാർ ഓഫീസുകളിലെ അഴിമതി ഇല്ലാതാക്കുക, ചുവപ്പ് നാടയും ഫയൽ വൈകിപ്പിക്കലും ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അഴിമതി ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5000 രൂപ പാരിതോഷികവും നൽകും. അങ്ങനെ സർക്കാർ ഓഫീസുകളിലെ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വിജിലൻസ് ഒരു ടോൾ ഫ്രീ നമ്പറൊക്കെ നൽകിയിട്ടുണ്ട്. ആ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 1064 ഒന്ന് അറിഞ്ഞിരിക്കുക. 1064. അടുത്തത് നോർവേ ചെസ് ടൂർണമെന്റ്. ഈ നോർവേ ചെസ് ടൂർണമെന്റിൽ വിജയിയായ ആദ്യ ഇന്ത്യക്കാരൻ നിങ്ങൾക്കറിയാം ആർ പ്രജ്ഞാനന്ദയാണ്. വനിതാ വിഭാഗം ചെയ്ത ബിബിസാര അസോബയേവ, കസാക്കിസ്ഥാനിൽ നിന്നുള്ള ബിബിസാര അസോബയേവയാണ് നോർവേ ചെസ് ടൂർണമെന്റിലെ വനിതാ ജേതാവ്. അപ്പോൾ 2026 നോർവേ ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ യുവ ഗ്രാൻഡ് മാസ്റ്ററായ ആർ പ്രജ്ഞാനന്ദ
ഓപ്പൺ വിഭാഗത്തില് ചരിത്രപരമായ നേട്ടമാണ്, സ്വന്തം ചരിത്രപരമായ കിരീടം നേടുകയാണ് ചെയ്തത്. ഇത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം എന്ത് ചെയ്തത്, നോർവേ ചെസ് ടൂർണമെന്റിൽ ജേതാവാകുന്നത്. വനിതാ വിഭാഗത്തില് കസാക്കിസ്ഥാന്റെ ആരാണ്, ബിബിസാര അസോബയേവയാണ് കിരീടം സ്വന്തമാക്കിയത്. നിങ്ങൾക്കറിയാം നോർവേയുടെ തലസ്ഥാനം ഏതാണ്, ഓസ്ലോ ആണല്ലേ. 2026 മെയ് 5 മുതൽ ജൂൺ 5 വരെ നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലായിരുന്നു എന്ത് നടന്നിരുന്നത്, ഡെച്ചിമാൻ ബിച്ചറോവിക്ക. ആ ഓസ്ലോയിലെ ഡെച്ചിമാൻ ബിച്ചറോവിക്കയിലാണ് ഈ വർഷത്തെ ചെസ് ടൂർണമെന്റ്, നോർവേ ചെസ് ടൂർണമെന്റ് നടന്നത്. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കുന്ന മാഗ്നസ് കാൾസിനെ നിങ്ങൾക്കറിയാം. അപ്പോൾ കാൾസിനെതിരെയാണ് പ്രജ്ഞാനന്ദ എന്ത് ചെയ്തത്, വിജയം കൈവരിച്ചത്. ടൂർണമെന്റിലുടനീളം മികച്ച ഫോം പുലർത്തിയ പ്രജ്ഞാനന്ദ എന്താ ചെയ്തത്, ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ ക്ലാസിക്കൽ മത്സരങ്ങൾ 2 തവണ പരാജയപ്പെടുത്തി ചരിത്രം കുറിച്ചതാണ്. അപ്പോഴ് നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോകണ്ടേ. ആഗോള പരിസ്ഥിതി പുരസ്കാരം ദ എർത്ത് പ്രൈസ് 2026 കരസ്ഥമാക്കിയ ഇന്ത്യൻ കൗമാര സംഘമാണ് അരിയാന അഗർവാൾ, അവ്യാന മേത്ത, വിവാൻ ചൗചാരി. ആരൊക്കെയാണ് ആഗോള പരിസ്ഥിതി പുരസ്കാരമായ ദ എർത്ത് പ്രൈസ് 2026 കരസ്ഥമാക്കിയ ഇന്ത്യൻ കൗമാര സംഘമാണ് അരിയാന അഗർവാളും അവ്യാന മേത്തയും വിവാൻ ചൗചാരിയും. ഓക്കെ അല്ലേ. അപ്പോൾ 2026 ഗ്ലോബൽ എർത്ത് പ്രൈസ് ഇന്ത്യയിൽ നിന്നുള്ള 3 കൗമാരക്കാരായ വിദ്യാർത്ഥികൾക്കാണ് ലഭിച്ചത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നുള്ള 16 വയസ്സുകാരനായ വിവാൻ ചൗചാരിയെയും ഹരിയാന അഗർവാളിനും അവ്യാന മേത്ത എന്നിവരടങ്ങിയ സംഘമാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഈ അന്താരാഷ്ട്ര പുരസ്കാരം നേടുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ഇന്ത്യൻ ടീം കൂടിയാണ് അവർ. ഈ 3 പേര് 13 മുതൽ 19 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ടുള്ള എർത്ത് ഫൗണ്ടേഷൻ നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ആഗോള പരിസ്ഥിതി പുരസ്കാരമായ ദ എർത്ത് പ്രൈസ്. ഏകദേശം 23,000 ആഗോള വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സംഘത്തെ വിജയികളായി തിരഞ്ഞെടുക്കുന്നത്. ഈ പുരസ്കാരം, ഇവരുടെ പുരസ്കാരം നേടിയ കണ്ടുപിടുത്തം പ്ലാസ്റ്റിക്. എന്താണ് പ്ലാസ്റ്റിക്? കുടിവെള്ളത്തിലെ ദോഷകരമായ മൈക്രോപ്ലാസ്റ്റിക് കണികകളെ വളരെ എളുപ്പത്തിലും അറിഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഉൾപ്പെടാം. കുടിവെള്ളത്തിലെ ദോഷകരമായ മൈക്രോപ്ലാസ്റ്റിക് കണികകളെ വളരെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞും നീക്കം ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തതിനാണ് ഹരിയാന അഗർവാളിനും അവ്യാന മേത്തയ്ക്കും വിവാൻ ചൗചാരിയും 2026 എർത്ത് പ്രൈസിന് അർഹരാക്കിയത്. അപ്പോഴേ ഇതിന്റെ പ്രവർത്തന രീതി നമുക്കറിയാം. ഉപേക്ഷിക്കപ്പെടുന്ന ടാമരിന്റെ സീഡ് ഉണ്ടല്ലോ, പുളിങ്കുരു. ഈ പുളിങ്കുരു പൊടിച്ചെടുത്തുണ്ടാക്കുന്ന പ്രകൃതിദത്തമായ ബയോഡീഗ്രേഡബിൾ കാന്തിക പൊടിയാണ് ഇവരെ വേർതിരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ പൊടി വെള്ളത്തിൽ കലർത്തുമ്പോൾ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത മൈക്രോ പ്ലാസ്റ്റിക്കുകൾ പരസ്പരം ഒട്ടിപ്പിടിച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ രൂപപ്പെടുന്ന പ്ലാസ്റ്റിക് കട്ടകളെ ഒരു സാധാരണ കാന്തമുണ്ടല്ലോ, മാഗ്നറ്റ് ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് എളുപ്പത്തിൽ വേർതിരിക്കാനായിട്ട് കഴിയും. ഓക്കെയാണല്ലോ. അങ്ങനെയാണ് ഈ കണ്ടുപിടുത്തമാണ് ഇവരെ ആഗോള പരിസ്ഥിതി പുരസ്കാരമായ ദ എർത്ത് പ്രൈസിന് അർഹരാക്കിയത്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയെ കുറിച്ചാണ്. എക്സാമിന് ചോദിക്കും. സെഹത്ത് എന്നാണ് ആ പദ്ധതിയുടെ, ആ മിഷന്റെ പേര്. എന്താണ് സെഹത്ത് എന്നാണ് ആ മിഷന്റെ പേര്? സയൻസ് എക്സലൻസ് ഫോർ ഹെൽത്ത് ത്രൂ അഗ്രികൾച്ചർ എന്നാണ്. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സെഹത്ത് മിഷൻ. ആ സെഹത്ത് മിഷനാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്ന. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സെഹത്ത് മിഷൻ, സയൻസ് എക്സലൻസ് ഫോർ ഹെൽത്ത് ത്രൂ അഗ്രികൾച്ചർ എന്നാണ്. അടുത്തത് AI നിയന്ത്രിക്കണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ്, ഓർത്തിരിക്കണം, മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന പേരിൽ ചാക്രിക ലേഖനം എഴുതിയത് നമ്മുടെ ലിയോ 14 മാർപ്പാപ്പയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ്
എന്ന പേരിൽ ചാക്രിക ലേഖനം എഴുതിയത് ലിയോ 14 മാർപ്പാപ്പയാണ്. അടുത്തത്, അന്തരിച്ച ഒളിമ്പ്യനും ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഷൂട്ടിംഗ് സ്വർണ്ണ മെഡൽ ജേതാവുമായിരുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ മുൻ സെക്രട്ടറിയും കൂടിയാണ്. 6 രാജാ രൺധീർ സിംഗ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ഒളിമ്പ്യനാണ്, ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഷൂട്ടിംഗ് സ്വർണ്ണ മെഡൽ ജേതാവാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ മുൻ സെക്രട്ടറി കൂടിയായിരുന്നു രാജാ രൺധീർ സിംഗ്. ഇനി നിങ്ങൾക്കറിയാം നാസയുടെ ആർട്ടമിസ് ദൗത്യത്തെ കുറിച്ച് അല്ലെ. ഈ നാസയുടെ ആർട്ടമിസ് ചാന്ദ്ര ദൗത്യങ്ങൾ ബഹിരാകാശ യാത്രികർക്ക് ചാന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കാനുള്ള അത്യാധുനിക റോവർ ഒക്കെയുണ്ട്. അതിന്റെ പേര് CLV-1 ക്രൂഡ് ലൂണാർ വെഹിക്കിൾ 1 എന്നാണ്. നാസയുടെയാണ് ആർട്ടമിസ് ദൗത്യം. ചാന്ദ്ര ദൗത്യങ്ങളിലെ ബഹിരാകാശ യാത്രികർക്ക് ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കാനുള്ള അത്യാധുനിക റോവറാണ് CLV-1 ക്രൂഡ് ലൂണാർ വെഹിക്കിൾ 1. അപ്പോഴും നമ്മൾ നാസയുടെ ആർട്ടമിസ് ദൗത്യത്തെ കുറിച്ച് അറിയണം. നമുക്കറിയാം നാസയുടെ ചരിത്രപ്രധാനമായിട്ടുള്ള ആർട്ടമിസ് 2 ദൗത്യം 2026 ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 10 വരെയാണ് നടന്നത്. അത് വിജയകരമായി പൂർത്തിയായി. നമുക്കറിയാം 1972 അപ്പോളോ 17 ദൗത്യം. ഈ 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം മനുഷ്യർ ആദ്യമായിട്ടാണ് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്ക് ഇത്രയടുത്ത് യാത്ര ചെയ്യുന്നത്. അല്ലാതെ ചന്ദ്രയാനും നമ്മളൊക്കെ ചന്ദ്രയാൻ 1ഉം 2ഉം ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അതില് മനുഷ്യനുണ്ടായിരുന്നില്ല. പലരും പല പരീക്ഷണങ്ങളും വിക്ഷേപണമൊക്കെ നടത്തി, അതിനൊന്നും മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം, അത് അങ്ങനെ പറയാനുള്ള കാരണം 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം മനുഷ്യർ ആദ്യമായിട്ടാണ് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്ക് ഇത്രയടുത്ത് യാത്ര നടത്തുന്നത്. ആ യാത്ര നടത്തിയത് നാസയുടെ ആർട്ടമിസ് 2 ദൗത്യമാണ്. ഓർത്തിരിക്കണം. അപ്പോൾ ഇതിന്റെ വിക്ഷേപണം നടന്നത് നിങ്ങൾക്കറിയാം 2026. ഇനിയുള്ള എക്സാമിന് സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ ചോദിക്കും. 2026 ഏപ്രിൽ 1 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് നാസയുടെ ഏറ്റവും ശക്തമായ സ്പേസ് ലോഞ്ച് സിസ്റ്റം ഉണ്ട്. ആ സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പേടകം ഉണ്ടായിരുന്നു. ആ പേടകത്തിന്റെ പേര്, ഇത് വിക്ഷേപിച്ച ആർട്ടമിസ് ദൗത്യം വിക്ഷേപിച്ച ഒരു പേടകത്തിന്റെ പേര് ഒറിയോൺ എന്നാണ്. എന്താണ് ഒറിയോൺ? 10 ദിവസം നീണ്ടു നിന്ന യാത്രയായിരുന്നു ഈ ആർട്ടമിസ് 2 ദൗത്യത്തിന്റെ. മടക്ക യാത്ര എന്നായിരുന്നു. ചന്ദ്രനെ വിജയകരമായി ഭ്രമണം ചെയ്ത ശേഷം ഏപ്രിൽ 10 പസഫിക് സമുദ്രത്തിൽ, അതായത് സാൻഡിഗോ തീരത്ത്, പസഫിക് സമുദ്രത്തിലെ സാൻഡിഗോ തീരത്ത് പേടകം എന്ത് ചെയ്തു? സുരക്ഷിതമായിട്ട്, ഏത് പേടകം? ഒറിയോൺ പേടകം സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തു. അപ്പോൾ മനുഷ്യൻ സഞ്ചരിച്ചിട്ടുള്ളതിൽ വെച്ച് ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടിയ ദൂരമാണ്. അതായത് അപ്പോളോ 13 റെക്കോർഡ് ഭേദിച്ച് ചന്ദ്രന്റെ മറുവശത്ത് നിന്നും 4000 മൈൽ അകലേക്ക് ഈ ദൗത്യം എന്ത് ചെയ്തു? സഞ്ചരിച്ചതാണ് ആർട്ടമിസ് 2. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായിരുന്നു? മനുഷ്യൻ സഞ്ചരിച്ചിട്ടുള്ളതിൽ വെച്ച് ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും കൂടിയ ദൂരം, അതായത് അപ്പോളോ 13 റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് ചന്ദ്രന്റെ മറുവശത്ത് നിന്നും 4000 മൈൽ അകലേക്കാണ് ഈ ദൗത്യം എന്ത് ചെയ്ത് സഞ്ചരിച്ചത്. ഇതിലെ ക്രൂസ് ആരൊക്കെയായിരുന്നു അറിഞ്ഞിരിക്കണം. ആർട്ടമിസ് 2 ദൗത്യത്തിലെ സംഘാംഗങ്ങൾ അറിഞ്ഞിരിക്കണം. റീഡ് വൈസ്മാൻ, നാസയുടെ കമാൻഡർ ആയിട്ടുള്ള റീഡ് വൈസ്മാൻ. അതുപോലെ തന്നെ വിക്ടർ ഗ്ലോവർ, പൈലറ്റ് ആയിരുന്നു, നാസയുടെ പൈലറ്റ്. ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനാണ് വിക്ടർ ഗ്ലോവർ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റീന കോച്ച്, മിഷൻ സ്പെഷ്യലിസ്റ്റ്, നാസയുടെ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റീന കോച്ചാണ് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ വനിതയായിട്ടുള്ള അവർ ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്നു. ആർട്ടമിസ് 2 ജെറമി ഹാൻസൺ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. CSയുടെ കനേഡിയൻ ബഹിരാകാശ ഏജൻസിയിൽ നിന്നുള്ള ആദ്യ താരമാണ് ജെറമി ഹാൻസൺ. ഇങ്ങനെ 4 പേരാണ് ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്നത്. ഇത് ഒരു ആർട്ടമിസ് 2 ദൗത്യം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ഇതൊരു പരീക്ഷണ പറക്കലായിരുന്നു അല്ലെ. ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരിയോൺ പേടകത്തിന്റെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ പരിശോധിക്കുകയായിരുന്നു ഇതിന്റെ ഈ ആർട്ടമിസ് 2 പ്രധാന ലക്ഷ്യം. ഇതിന്റെ വിജയത്തെ തുടർന്ന് ഇനി 2027 അവസാനത്തോടെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാനുള്ള ആർട്ടമിസ് 3 ദൗത്യം നടക്കും എന്നാണ് കരുതുന്നത്.
ഓക്കെ അല്ലേ? അപ്പോൾ ആർട്ടമിസ് 3 ദൗത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ 2 ദൗത്യത്തെക്കുറിച്ച് മനസ്സിലായി. നാസയുടെ ആർട്ടമിസ് ചാന്ദ്ര ദൗത്യങ്ങൾ ബഹിരാകാശ യാത്രികർക്ക് ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കാനുള്ള അത്യാധുനിക റോവറാണ്. ആ റോവറിന്റെ പേര് CL-1 എന്നാണ്. ക്രൂഡ് ലൂണാർ വെഹിക്കിൾ 1 എന്നാണ്. പേടകം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഓറിയോൺ എന്ന് പറയുന്ന പേടകത്തിലാണ് ആർട്ടമിസ് 2 ദൗത്യം നടന്നത്. അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ആർട്ടമിസ് ചാന്ദ്ര ദൗത്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിപ്പോ ആർട്ടമിസ് 2ന്റെ കാര്യം പറഞ്ഞു. ആർട്ടമിസ് 1 ഉണ്ടായിരുന്നു, അത് പക്ഷേ മനുഷ്യനില്ലായിരുന്നു അതില്. ഓക്കെ, ആർട്ടമിസ് 1 നാസയുടെ ആർട്ടമിസ് ചാന്ദ്ര ദൗത്യ പരമ്പരയിലെ ആദ്യത്തെ പരീക്ഷണ വിക്ഷേപമായിരുന്നു. മനുഷ്യരില്ലാതെ വിക്ഷേപിച്ച പേടകമാണ് ചന്ദ്രനെ ഭ്രമണം ചെയ്ത് വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയത്. ഈ ആർട്ടമിസ് 1 വിക്ഷേപിച്ച 2022 നവംബർ 16 2022 ഡിസംബർ 11 പേടകം ലാൻഡ് ചെയ്തു. നാസയുടെ ഏറ്റവും ശക്തിയേറിയ സ്പേസ് ലോഞ്ച് സിസ്റ്റം ആദ്യമായി ഉപയോഗിച്ചത് ഈ ആർട്ടമിസ് 1 ദൗത്യത്തിലായിരുന്നു. പേടകം ഓറിയോൺ തന്നെയാണ്. ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് ആയിരുന്നു ഉപയോഗിച്ചത്. അപ്പോൾ അന്നത്തെ ആർട്ടമിസ് 1ന്റെ ദൗത്യത്തിന്റെ ദൈർഘ്യം 25 ദിവസവും 10 മണിക്കൂറുമാണ്. ഇത് മനുഷ്യനില്ലാത്ത പരീക്ഷണമായിരുന്നു, അത് കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ജൂൺ 2026 ബന്ധപ്പെട്ട ആനുകാലികങ്ങളാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ടോപ്പിക്കാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനൽ പങ്കുവെക്കാൻ വിട്ടുപോകരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.